സത്യമായിട്ട് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് പടം. ഇതുവരെ എല്ലാം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് ഹാഫ് ചിരിച്ചിട്ട് ഞങ്ങൾ വയറിൽ ഒളുക്കി പോയി. കാര്യമായിട്ട് പറഞ്ഞാണ്. കോമഡിയൊക്കെ വർക്ക് അടിപൊളി. ധർമ്മജനാണ് കിടു. ഏറ്റവും കൂടുതൽ ധർമ്മജനാണ്. അതിനകത്ത് ധർമ്മജനാണ് കിടു. ഷാജി പാപ്പനും പിന്നെ ഡൂഡ് വന്നിട്ടില്ല. ഡൂഡിന് എൻട്രി വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിലല്ല. വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ്. വാർഡ് 3 പിന്നെ ഒരു സ്പൂഫ് ഈ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കാണത്തില്ലേ, ആ രീതിയിലൊക്കെ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ ഹൈപ്പിനൊത്ത രീതിയൊന്നുമില്ല. കോമഡിയൊക്കെ വർക്ക്. ധർമ്മജനൊന്നും കൊള്ളത്തില്ല. വെറും ധർമ്മജന പടത്തിൽ മഹാബോർ. പിന്നെ അതൊക്കെ ചുമ്മാ നിങ്ങൾ വന്ന് പടം കണ്ടുപോകും. അതിൽ എങ്ങനെയാണ് പാപ്പൻ? മറ്റേ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് സീനൊക്കെ വരുമ്പോൾ ആടി ടൂണിൻ്റെ ഒരു ചെറിയൊരു കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും മറ്റേ കുറേ സ്കിറ്റുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കിറ്റ് കണ്ടാൽ അങ്ങനെ ഇരിക്കും. അതേപോലെ ജയസൂര്യൊക്കെ എൻട്രി ഒക്കെ വർക്കായിരുന്നു, കൈയിടിയൊക്കെ ഉണ്ടായിരുന്നു. അത് അത്ര വലിയ രസമൊന്നുമില്ല. നമ്മൾ ആട് 1ഉം 2ഉം പോലെ ഒന്നും പ്രതീക്ഷയൊന്നും ആരും വരണ്ട. അത്രത്തോളം ഇല്ല എങ്കിലും കണ്ടിരിക്കാവോ? കുഴപ്പമില്ല. കോമഡി ജസ്റ്റ് കുറച്ചൊക്കെ ചിരിക്കാനുള്ള ടൈമിംഗ് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ പറയുന്ന പോലെ ഭയങ്കര വലിയ ചിരിച്ച് മരിക്കാനായിട്ടൊന്നും ആരും വരണ്ട. ഒരു സ്കിറ്റൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഇനി സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷ ഉണ്ടോ? സെക്കൻഡ് ഹാഫിൽ ഇതേപോലെ തന്നെ ആയിരിക്കും പോകുന്നതായിരിക്കും തോന്നുന്നത്. ഇനി സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ട്. പിന്നെ ഇന്ദ്രൻസിൻ്റെ കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഉള്ളായിരുന്നു. പിന്നെ വിജയബാബു അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ ഇത്ര പറയാൻ വരാനല്ലോ. പിന്നെ കുറേ മിസ്കാസ്റ്റ് പടത്തിനകത്തുണ്ട്. നന്നായിട്ടുണ്ട്. കോമഡിയൊക്കെ വർക്കൗട്ടായി. എല്ലാവരുടെയും ഇൻട്രോയും എല്ലാം നല്ലതായിരുന്നു. 2 പാർട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് അത് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിന് നല്ല ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. ധർമ്മജൻ കൊണ്ടുപോയി എല്ലാം. അത് നൈസായിരുന്നു. ഇപ്പം നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നൈസായിട്ട് വർക്ക്. അത് മണിയാശാന്റെ ഒരു അഴിഞ്ഞാട്ടം. പിന്നെ നമ്മുടെ ധർമ്മജൻ ഒരു മെയിൻ റോളുണ്ട്. ധർമ്മജൻ നല്ലൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണിയാശാൻ ആസ് യൂഷ്വൽ. പിന്നെ ഡൂഡിൻ്റെ ഒരു എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യണം. കാര്യം ഡൂഡിനെ അങ്ങനെ ഇതുവരെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 3 എത്രത്തോളം വന്നിട്ടുണ്ടോ? 3യുടെ ഒരു സെറ്റപ്പ് കൊള്ളാം. ഇനി ആ ഇൻ്റർവെല്ലിന് ശേഷമാണ് അതിൻ്റെ ഒരു പൊളിച്ചെടുക്കൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ആ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ ഐറ്റം സോങ്, അതിൻ്റെ രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം. നമ്മുടെ അത് കട്ടായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ് ആണ്. എന്തായാലും ബിൽഡപ്പ് കൊള്ളാം. അതിൻ്റെ കഥയിലോട്ട് കടക്കാൻ പോവാണ്. ഏതായാലും ബെസ്റ്റ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇതുവരെയുള്ള സെറ്റപ്പ് വെച്ച് പൊളിച്ചിട്ടുണ്ട്. കോമഡിയോ? അപ്പോൾ ജയസൂര്യയുടെ എങ്ങനെയുണ്ട്? പാപ്പനും പിള്ളേരൊക്കെ തകർപ്പാണ്. എല്ലാ ഉത്സവം കൂടി കാണാനുള്ള ടൈം ട്രാവലർ മൂവിയാണ്. ഇതുവരെയുള്ള അടിപൊളി. സോങ്സ് ഒക്കെ കൊള്ളാം. പിള്ളേരൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ജയസൂര്യ കൂടുതൽ തകർത്തേരാ? ഇതുവരെ പൊളിയാണ്. എല്ലാരും ഒന്നിനൊന്ന് അടിപൊളിയാണ്. ഉത്സവം മൂടാണോ? നൈസായിട്ട്. പാപ്പനും പിള്ളേരും നല്ലോണാണോ? എങ്ങനെയുണ്ട് സിനിമ? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? പാപ്പനും പിള്ളേരൊക്കെ പൊളിയായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും മുകളിലാണ്. ബംബറേറ്റ് അടിക്കുമോ? ഇതുവരെ കണ്ടിട്ട് ടോപ്പായിരിക്കും. നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണോ?